നമുക്ക് ഇന്നൊരു റെസിപ്പി ട്രൈ ചെയ്താലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഹെർബൽ ടീ നോക്കിയാലോ? നോക്കാം. അപ്പം നമുക്ക് ഈ ഹെർബൽ ടീ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് കുറച്ച് വെള്ളം തിളപ്പിക്കുക എന്നുള്ളതാണ്. നല്ലപോലെ നമ്മുടെ വെള്ളം തിളച്ചിട്ട് വരണം. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ നമ്മളിതിലോട്ടൊരു 4-3 കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളൊരു 2 മുതൽ 3 മിനിറ്റ് വരെ ഇത് തിളപ്പിക്കുക എന്നുള്ളതാണ്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്വാദും ആ മണവും ഒക്കെ ആ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. 3 മിനിറ്റ് നേരം കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വെള്ളം തിളയ്ക്കുന്നത് ഓഫ് ചെയ്യുക. എന്നിട്ട് 1 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുക എന്നുള്ളതാണ്. അതൊന്ന് സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അതുകൂടി നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് സാദാ നമ്മളൊന്നും ചേർക്കാതെ ചായപ്പൊടി മാത്രം വെള്ളത്തിലിട്ട് വറ്റിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചായയുടെ വെള്ളം അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേണ്ടത് ഒരു അരഭാഗം ചെറുനാരങ്ങയാണ്. അപ്പോൾ നമുക്ക് അതുകൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണ്ടത് ഹണിയാണ്. നമ്മളിതിൽ ഷുഗർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഹണി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹെർബൽ ടീ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഹെർബൽ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. നമ്മളുണ്ടാക്കിയിട്ടുള്ള ചായ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നിങ്ങളിത് കുടിക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ചൂടോട് കൂടി തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ ഏതായാലും കുടിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെമൺ ടീയിൽ ചെറിയൊരു കയ്പ്പ് വന്നാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ പിന്നെ നമുക്ക് ആ കയ്പ്പ് ഫീൽ ചെയ്യണമില്ല. കാരണം നമ്മൾ ഹണി ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ടേസ്റ്റാണ് നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കുക. അപ്പോൾ ഏതായാലും ഇതൊക്കെ ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ ഗൈസ്.